ഹലോ അങ്ങനെ രാത്രി നമ്മൾ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് ആളെ മടുക്കോണിൽ ആംബുലൻസിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് രാത്രി ആയപ്പോഴേനും കിടന്നിരുന്നത് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ രാവിലെ തന്നെ നീച്ച് ഫസ്റ്റ് എയ്ഡ് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് കുറച്ച് ഫ്രഷും കാര്യങ്ങളൊക്കെ ആയി. ഇനി നമ്മളുടെ യാത്ര ഇന്നത്തോടെ കേരളത്തിലേക്കാണ്. കേരളം തുടങ്ങി കഴിഞ്ഞിരുന്നു രാവിലെ തന്നെ. നമ്മളെ ചെക്കന് നമുക്ക് വേണ്ടിയിട്ട് കാലിഗ്രഫിയിൽ ഉഷാറായിട്ട് നമ്മൾ പേരൊക്കെ എഴുതി തന്നു കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മളെ പേര് ഒരാൾ ഇങ്ങനെ ഡോക്ടർ എന്നുള്ള രീതിയിൽ അറബിയിൽ എഴുതി തരുന്നത്. ഭയങ്കര സെറ്റായിരുന്നു കേട്ടോ സാധനം. ഗൈസ് നമ്മളെ ബായിൻ്റെ ഭ്രാന്താണ് ടൊബാക്കോ എങ്ങനെ നിർത്തലാക്കാൻ നോക്കാം. ഗൈസ് നമുക്ക് മാസമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയണമെന്നുണ്ട്, പക്ഷേ ഇറങ്ങി കഴിഞ്ഞാൽ പൊല്യൂഷനാണ്. അതുകൊണ്ട് നമുക്ക് ബൈ छोड़ देगा ना आप पक्का है गुड़गू है कुछ भी है छोड़ देना भाई बोल रहे छोड़ देगा ठीक है अब വീട്ട്നസ് है अब നമ്മൾ വലിച്ചെറിയുന്നില്ല, തൽക്കാലം നമ്മൾ എടുത്ത് മാറ്റി വെക്കാം. ശരി, ലാസ്റ്റ് വീഡിയോ സബ്കോ ബൈ ബൈ. നമ്മളിഞ്ഞും ബൈ, നമ്മൾ സ്റ്റേഷനിലും ബൈ വരെയുള്ള. ശരിടി, എവിടെ വെച്ച് കാണാം. ബൈ. അപ്പം പോട്ടെ. नॉर्थ इंडियन है मेरा सब दोस्त, तो इंस्टाग्राम देख लेना. न्यू अब तो पुराना हो गया, 3 दिन का हो गया अब तो क्या. ഗൈസ് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ ഫുള്ള് നമ്മളെ ഫ്രണ്ട്സുകളാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് പോവാം. എന്നാൽ ശരി ബൈ, അവസാനത്തെ വീഡിയോ. ശരി, ഇറങ്ങണ്ടേ? പോട്ടെ. കോഴിക്കോട് വെച്ചാൽ മലപ്പുറമാണ്. ബിസ്ക്കറ്റോ? ബിസ്ക്കറ്റ് കഴിക്കാം. എന്താണ്? എറണാകുളമല്ല, മലപ്പുറ. വിളിക്കുന്ന ലവാണോ? എന്നാ ശരി, കാണാം. അവസാനം വീഡിയോ. ബൈ. ठीक है, मिल जाना. ठीक है, എന്നാ ശരി, കാണാം. കാണാൻ എപ്പോഴും. നിങ്ങളെവിടെ? നാട്ടിലെവിടെ? നിങ്ങളൊക്കെ തൃശ്ശൂരാ? ആലപ്പുഴ. മോളും ഇനി ജാർഖണ്ഡിൽ ഗവൺമെന്റ് ആയിരുന്നല്ലോ സീറ്റ്, അപ്പം ബോണ്ട് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട്. ഒരു കൊല്ലം റൂറൽ. പിന്നെ PG ചെയ്യണം, കുറെ ബാക്കി. പിടിച്ചേക്കാൻ പറ്റൂലല്ലോ. നിങ്ങള് പ്രാർത്ഥിക്കാണ്ടു, നിങ്ങളൊക്കെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടായാൽ മതി. ഓക്കെ, അത് മതി. ശരി. എന്റെ പ്രാർത്ഥനയൊക്കെ ഭരിക്കും. ഞാൻ കുറെ കുട്ടികളെ പഠിപ്പിച്ചതാ. ആണോ? ടീച്ചറാണോ? ടീച്ചറായിരുന്നു. ഓക്കെ. എവിടെ? ഹൈസ്കൂളിലായിരുന്നോ? ഞാൻ +1 +2 അപ്പൊ കുറെ MBBS കാരുണ്ടാവുമല്ലോ. MBBS-കാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, ഒരു മോനും കൂടി ആയിട്ട് കൂട്ടിക്കോളി. തീർച്ചയായിട്ടും. ഈ മനുഷ്യത്വം വിടരുത്, അത്രേ ഉള്ളൂ. നിങ്ങളെ പ്രാർത്ഥനയും വേണം. ഓക്കെ, ശരി. ശരി, കാണാം. നിങ്ങളെ ഒക്കെ ഒരേ ഫാമിലിയാ? അല്ലല്ലോ. ഓക്കെ, ഇവിടുന്ന് വരും. കാണുന്നു. എന്താ ചെയ്യുന്നത്? MA കഴിഞ്ഞു. ശരി, ആ ഇറങ്ങാനായി. കാണാം. കാലിക്കറ്റ് കിട്ടിയോ? ബേ നോക്ക്, ട്രെയിൻ നിർത്തി. കാണാം. ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മളെ ബൈക്കാരുടെ. ഓക്കെ, മിൽത്തെ കപ്പി ബായ്. ജാരേ ആജാ. और क्या കാണാം. ലഡാക്ക് വെച്ച് കാണാം നമുക്ക്. പട്ടാളായിട്ട് വേണം. ठीक है भाई, लास्ट वाला वीडियो है. अब तो नीचे आ रहा है ना, उधर भी मिल लेते. ഗൈസ് അങ്ങനെ അവസാനം കാണണം. ലഡാക്കിൽ എന്തായാലും വരും. ഓക്കെ, അങ്ങനെ അവസാനത്തെ നമ്മളെ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കാലങ്ങൾക്ക് ശേഷം കാലിക്കറ്റ്. ഗൈസ് നമ്മളെ ചെക്കന്മാര് 5 മിനിറ്റ് പോസ്റ്റ് ആക്കിയതിനു ശേഷം വരികയാണ്. ഒരുമിച്ച് കുടിക്കല്ലേ ഗൈസ്? ചെക്ക നമ്മളെ വിട്ടു പോവാണ്. എടാ ഇന്ന് ലീവ് എടുക്ക പറഞ്ഞേക്ക്. ഇന്ന് മുഹമ്മദ് ഫൈസ് വന്ന ദിവസമാണ്. ഇല്ലടാ, നമ്മൾ ആഘോഷിക്കണം. നമ്മൾ പൊളിക്കും. ഇന്നാണ് അതിന്റെ ദിവസം. എല്ലാരും
എല്ലാരും അടിച്ചു കയറി വാ, നമ്മള് പൊളിക്കും ഗൈസ്. ഇനി പൊളികൾ തുടങ്ങുന്നുള്ളൂ. ഇനി കളികൾ കേരളത്തിലെ കളികൾ തുടങ്ങാൻ പോകുന്നുള്ളൂ. ഒന്ന് യോടറാ, ഒരു എനർജി വരട്ടെ. വട ഒരു 10 വട എടുത്തോളി. ആ ഇക്കടാ വണ്ടി. പോലീസുകാരോട് പറ ഹിമാചലിൽ നിന്നാണ് ആള് വന്നത് പറയും. ഗൈസ് ഇതാണ് നമ്മ പറഞ്ഞ കോഴിക്കോട്. ഇതാണ് നമ്മളെ കോഴിക്കോട്. ഇനി നമ്മള് എന്താ മോനെ ഫൈൻ അടിക്കാൻ തോന്നുന്നുണ്ടോടാ? ഗൈസ് ഫസ്റ്റ് നമ്മൾ വടയിലങ്ങ് തുടങ്ങും. ഇന്നത്തെ പ്രഭാത ഭക്ഷണം വട. വട വൈബുണ്ടാ? കോഴിക്കോടൊന്നും ഒരു പുരോഗതി ആയില്ല നമ്മൾ പോയതിൻ്റെ ശേഷം അല്ലേ? അയണോ എന്ത് പറയണേ? നന്ദിനി ഇത് പുതിയ ഓടിങ്ങാൻ പോകുന്നുണ്ട് അല്ലേ? നന്ദിനി ഇല്ല, നന്ദിലത്ത്. കോഴിക്കോടിന്റെ മണ്ണിലൂടെ നമ്മൾ യാത്രയായി. ഇന്ന് പോകണ്ടാ, ഇന്ന് ലീവാക്കാം. അനക്കും പോകണ്ടോ? എങ്ങോട്ട്? എടാ ഇന്ന് ആരും പോകത്തില്ല. ഇന്ന് നമ്മള് പോകത്തില്ല. ഇന്ന് ഫുൾ ലീവ്. ഇന്ന് ഫുള്ള് റംഗീല. പോണോട്ടാ, പോയി പഠിച്ചിട്ട് വാ. പഠിച്ച് വലിയ അളവ്. ഇതാണ് തൊണ്ടയാട് ഫ്ലൈ ഓവർ. നമ്മളിനി പറക്കും. ഏ പ്രഭു. ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ഊർക്കടവ് പാലം കാലത്തിന് കുഴിമന്തി ഷോപ്പ് കോയാസ് കുഴിമന്തി ഒക്കെ പുതിയ തുടങ്ങിയാലേ. എവിടെ നിർത്തുന്നത് നമ്മള്? വണ്ടി എവിടെ നിർത്തുന്നത്? ഇവിടെ നിർത്താൻ പറ്റുമോ? എവിടെ വൈബുണ്ടോ? ഇവിടെ വൈബുണ്ടോ? സെറ്റാണ്, സാധനം സെറ്റാണ്. കാക്ക മീൻ പിടിക്കാണ് ഗൈസ്. മീൻ പിടുത്തം പോയി കാക്ക ഒരു മീനും വാങ്ങി പോയാലോ പെരേക്കുന്ന. അമ്മനോട് മീൻകറി ഉണ്ടാക്കാറ്. ഗൈസ് ഇതാണ് നമ്മളുടെ വായക്കാട് ടൈൽസ്. നമ്മളെ വാപ്പ ചോര നീരാക്കി നമ്മളെ പഠിപ്പിച്ച സ്ഥലം. നിമ്മൻ്റെ സ്ഥലം വേറെ ഉണ്ട് ചോര നീരാക്കി. അത് പിന്നെ കാണിച്ചു തരാം അല്ലേ? വന്ന വഴി നമ്മൾ മറിക്കരുത്. അതെന്താ പറയണേ? ഇപ്പം നമ്മളെ പെരേക്ക് പോവാണ് ഗൈസ്. പെരേക്കുള്ള വഴിയാണ് ഗൈസ്. ഇതാണ് അപ്പം നമ്മളെ പെരേക്കുള്ള റോഡ്. ശോക കാനിട്ട് ഷാഫി കൊള്ളാക്കുന്നത് ഗൈസ്. പൊറാട്ട അടിക്കാം ഗൈസ്, പൊറാട്ട. നമ്മളെ നിയാസ്കുട്ടൻ ഉണ്ട് ഇവിടെ. നിയാസ്കുട്ടൻ ആദ്യം പൊറാട്ട അടിക്കാൻ വന്ന. നമ്മൾ പോയിട്ട് പൊറാട്ട കാലടിച്ച് നമ്മള് പൊറാട്ട വാങ്ങിയിട്ട് അവിടുന്ന് എല്ലാവരും പാടെ അമ്മ കറി ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞു. നാട് വരി. അപ്പം നമ്മളെ പൊറാട്ട കൈ സെറ്റാക്കി. ഓ ഡ്രൈവർ മാറിയോ? സീനാണ് നീ ഗൈസ്. ഇതാണ് നമ്മളെ റോഡ്. അവിടെ വൈപ്പർ ഇട്. ആ ശരി. ഇതാണ് നമ്മളെ പെരേക്കുള്ള വഴി. രുചിക്കൂട്ട് തട്ടിക്കട അലി ചിക്കൻ ഇതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? സെറ്റ് റോഡ് തന്നെ ഗൈസ്. 3.5 കൊല്ലത്തിന് ശേഷം അണ്ണൻ തിരുമ്പി വന്നിട്ടെന്ന് പറയും. എന്താണ് പറയുള്ളത്? ഇങ്ങോട്ട് നോക്കി തള്ളിയിടല്ലടാ, ജീവനോട് എത്തിട്ട്. അത് നല്ലൊരു ഇതായിരുന്നു ഗൈസ്. നമ്മളെ ചെറുവട്ടൂര് പള്ളി, സ്കൂള്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. മൊത്തം അടി സക്കെ. അടാ ഈ വണ്ടി എടുത്ത് വരെയായിരുന്നു നമുക്ക് ഗൈസ്. വായകളുടെ നാടിലേക്ക്, വായക്കാട്ടിലേക്ക് നമ്മൾ. എടാ ഇപ്പുറത്ത് വായകളൊക്കെ നശിച്ചു പോയെങ്കിലും വായക്കാട് ഇപ്പോഴും വായ തന്നെയാണ് ഗൈസ്. നമ്മളെ മുജാഹിദ് പള്ളി ഗൈസ്. മൂത്താപ്പ ഇവിടെ പെര ആയില്ലേ, സെറ്റായില്ലേ? മാറ്റം വലിയ മാറ്റമൊന്നുമില്ല, എന്നാലും ചെറിയ വിധമുള്ള മാറ്റമുണ്ട്. എടാ അല്ലേ, ഞാൻ പോകുമ്പോഴേ ഈ കവുങ്ങൊന്നും ഇല്ല. ഇവിടെ ഇച്ചിരി കവുങ്ങുണ്ടേനി. വളവൊക്കെ റങ്കാണ്. സാമ്പ്രിയ ഗൈസ്. ഇതാണ് നമ്മളെ സാമ്പ്രിയ. ഗൈസ് നമ്മളെ കുട്ടിയപ്പോകൻ്റെ ആളാണ്. ഓ കാർന്നങ്ങനെ
സുഖം സുഖം. വരുന്ന വയ്യ ഇറങ്ങാം. ഓക്കെ. ഞാൻ പുതിയ ഗൾഫിൽ നിന്ന് ഡിപ്രസീവ്. ഇവിടെ പിള്ളേരുടെ കോൺക്രീറ്റ് ഒക്കെ കേട്ടോ. എൻ്റെ മനമേ സീൻ തന്നെ. അഡ്വഞ്ചറസ് ട്രിപ്പാണ്. നമ്മളെ നരസിംഹ ക്ഷേത്രമൊക്കെ ഉണ്ട് ഗൈസ്. ഇനി നമ്മൾ ഓഫ് റോഡാ, കുറച്ചേരം ഓഫ് റോഡാണ് ഗൈസ്. നമ്മളുടെ അമ്പലക്കുളം ചങ്കിന്റെ വാപ്പ കോയക്കട്ടെ കോയാക്കെ. ഓയ് എവിടെങ്ങള് കാണി. അസ്സലാമു അലൈക്കും. എന്താ പാട്? സുഖന്നെ? അസ്സലാമു അലൈക്കും. സുഖല്ലേ? ഞാൻ ഇറങ്ങാം. പെരയെത്തിട്ട് ഇറങ്ങടാ. പെരക്കേരി ഗൈസ്. അവസാനം നമ്മൾ ഉണ്ണിയാച്ചുമ്മൻ്റെ പെരയിലെത്തി. ഇനി നമ്മൾ 2 മീറ്ററും കൂടി പോയാൽ നമ്മളെ പെര. ആവോ ഗൈസ്. നമ്മളെ സെറ്റ് എന്നൊന്നും പറയില്ല, നമ്മളെ ക്ലബ്ബ് ഗൈസ്. ക്ലബ്ബ് ഇനി കത്തിക്കും നമ്മള്. ഇതുകൂടെ കയറും നമ്മളെ പയ പെര. ഗൈസ് ഫൈനലി നമ്മളെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാടൊന്നും മൂടി കിടക്കുന്നത് കണ്ട് പേടിക്കണ്ട. ഇതാണ് നമ്മളുടെ സദ്രാലയം. ഓ ഡാഡി, ഐ ആം ബാക്ക്. നമ്മളെ ഡാഡിയാണ് ഗൈസ്. ഡാഡി ഷർട്ടൊക്കെ ഊരിയിട്ട് സീന. ഡാഡി അജോ ഗൈസ്. ഇവിടെ ഫുള്ള് ഷോകാണല്ലോ. ഒരു വരവേൽപ്പിനുള്ളതൊന്നും ഇല്ലേ? മമ്മി. ഇതാണ് നമ്മളെ നാട്, വീട്, നമ്മളെ ക്ലബ്ബ്. ഒന്ന് വൈബാക്ക്. ഇത് വേറെ ടീംസാണ് ഗൈസ്. സാധനങ്ങളൊക്കെ സെറ്റാക്കാൻ പോവാണ്. സീനാണ് ഗൈസ്. ഡാഡി നമ്മളെ ഫ്ലക്സൊക്കെ ഉണ്ട് ഡാഡി. എങ്ങണ്ട് ടീ ഇല്ലേ? വെള്ളം മാത്രമേ ഉള്ളൂ. വെള്ളം കുടിക്കടാ ആദ്യം. വെള്ളം കുടിക്കാം. അപ്പോൾ ചിയേഴ്സ് ഗൈസ്. എല്ലാവരും ഹാപ്പി ആയി. ഇതാണ് നമ്മളെ റൂം. വൈബ് റൂം തന്നെ ഗൈസ്. അപ്പുറത്ത് റൂമുണ്ടോ? ഇതെന്നാക്കനെ ഗൈസ്. പണ്ടത്തെ നമ്മളെ റൂമായിരുന്നു ഗൈസ്. നൊസ്റ്റാൾജിക് റൂം. മഴ ചെയ്യുമ്പോൾ വെള്ളച്ചാട്ടം, വെയിൽ ചെയ്യുമ്പോൾ ചൂട്. ബട്ട് വൈബായിരുന്നു ഗൈസ്. ഗൈസ് നമുക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ട് പെരേറ്റിയും. ഇതെന്താ ബീഫുണ്ടോ? കാലങ്ങൾക്ക് ശേഷം നമ്മൾ ബീഫ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഇതെന്താ ചിക്കനാ? ഡാഡി ഇരിക്കും. നാടൻ ബീഫ്. മെമ്മി ഉണ്ടാക്കിയ നാടൻ ബീഫ്. ലവ്വിടാം. ഉമ്മ ഇതിൽ വരില്ല. എന്നാ കറിയും ചോറൊക്കെ ഇട്. ഒക്കെ എൻ്റെ വക. അക്കിൻ്റെ വക ബീഫ്. 2 പത്തിരി എടുക്കുന്ന ഗൈസ്. ഹിമാചലിൽ പോയാൽ കിട്ടാത്ത സാധനം പെത്തിരി. അപ്പം അങ്ങോട്ട് അടിച്ച് കയറ്റ്. അവിടുന്ന് 2 ഷോട്ട് ഗൈസ്. പൊറാട്ട അടിച്ച് കയറ്റ് ഗൈസ്. കാലങ്ങൾക്ക് ശേഷം ഞാൻ കുടിക്കാൻ അടിക്കാൻ കയറ്റാം.